ഈ കാലത്തില് വളരെ സ്വാഭാവികമായ രീതിയിൽ നാം പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ് സ്ട്രെസ് എന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പദം. തൊഴിലിടങ്ങളിലാവട്ടെ എല്ലാ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും സ്ട്രെസ് എന്ന് പറയുന്ന പദമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടുള്ള സ്ട്രെസ്, ഇങ്ങനെ എല്ലാ മേഖലയുമായിട്ടും സ്ട്രെസ്സിനെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നാം ശീലിക്കപ്പെട്ടിരിക്കുന്നു. അതായത് വളരെ സ്വാഭാവികമാണ്, നോർമലാണ് സ്ട്രെസ്. ആർക്കാ സ്ട്രെസ് ഇല്ലാത്തത്? ഇങ്ങനെ പറയത്തക്കവണ്ണം ആ പദം വളരെ സാധാരണമായിരിക്കുന്നു. ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ബിഹേവിയർ ആണ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രെസ് എന്നത് ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള നോർമലായ ഒരു കാര്യമല്ല. കാരണം ഒരു സിസ്റ്റത്തില് ഓരോരോ മേഖലയിലും അതത് മേഖലയിൽ പരിശീലനം കിട്ടിയ ആൾക്കാരായിരിക്കുമല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു വീടാവട്ടെ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അത് ശരിയായ രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പൊ സ്ട്രെസ് ഉണ്ടാകുന്നു എന്നതിനർത്ഥം നമ്മുടെ സിസ്റ്റത്തെ, അത് ഏത് സിസ്റ്റം ആണെങ്കിലും ആ സിസ്റ്റത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് കോപ്പപ്പ് ചെയ്യാനുള്ള നമ്മുടെ കഴിവില്ലായ്മയെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. സ്ട്രെസ് എൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് നാം തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ടൈം സ്ട്രക്ചറിങ്, അതത് മേഖലകളിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യപ്പെട്ട് യൂസ്ട്രെസ് എന്ന് പറയുന്ന പോസിറ്റീവ് സ്ട്രെസ് ലെവലിലേക്ക് അത് മാറും. അത്യാവശ്യ കാര്യങ്ങൾ വളരെ പൂർണ്ണതയോടെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു അവയർനെസ്, ആ യൂസ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബോധം ഉണരും.